നമസ്കാരം. നാഷണൽ ഹൈവേ 66ന്റെ ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള സ്ട്രെച്ചിന്റെ കാര്യമെടുത്താൽ പണി വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി മണ്ണിന്റെയും ഗ്രാവലിന്റെയും ഒക്കെ ക്ഷാമം തന്നെയാണ്. ഈ റീച്ചിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ മണ്ണ് വേണ്ടുന്ന ഭാഗങ്ങളാണ് കോരാണിയും തോന്നയ്ക്കലുമൊക്കെ. റീച്ചിലാകമാനം 20 ലക്ഷം മെട്രിക് ടൺ മണ്ണാണ് വേണ്ടത്. എന്നാൽ ഇതിൻ്റെ 65% മാത്രമേ ഇതുവരെയായിട്ടും ലഭ്യമായിട്ടുള്ളൂ. മണ്ണ് ക്ഷാമത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്ന അണ്ടർപാസുകളൊക്കെ. ഇത്തരത്തിൽ ഇതിൻ്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ട് മാസങ്ങളായി. മണ്ണ് കിട്ടാത്തതിനാലാണ് അടുത്ത ഘട്ടത്തിലോട്ട് നീങ്ങാൻ കഴിയാത്തത്. 29.5 കിലോമീറ്ററാണ് ഈ റീച്ചിൻ്റെ മൊത്തം നീളം. അതിൽ 12 കിലോമീറ്റർ ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകുന്നുണ്ട്. ഈ റീച്ചിൽ 36 കലിങ്കുകളും 6 പാലങ്ങളും 3 ഓവർപാസുകളും 18 അണ്ടർപാസുകളുമാണ് വരിക. ഇവിടെ പണി തീരാനുള്ള ഡെഡ് ലൈനായി കാണിച്ചിരുന്നത് 2025 ജനുവരിയിലാണ്. എന്നാൽ അതിപ്പോൾ 2025 ഒക്ടോബർ ആക്കി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തതായി കായംകുളം കോളേജ് ജംഗ്ഷനിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പണിയാൻ ഉദ്ദേശിക്കുന്ന അണ്ടർപാസിനെ കുറിച്ചുള്ള തർക്കമാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തിന് നാഷണൽ ഹൈവേ ഇതുവരെയും വഴങ്ങിയിട്ടില്ല. 7.5 മീറ്റർ വീതിയുള്ള ഒരു സ്മോൾ വെഹിക്കുലാർ അണ്ടർപാസാണ് നാഷണൽ ഹൈവേ ഇവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് തീരെ അപര്യാപ്തമാണ് എന്നാണ് നാട്ടുകാരുടെ വാദം. ഈ തർക്കം നിലനിൽക്കുന്നതിനാലാണ് നാഷണൽ ഹൈവേയുടെ പണികൾ ആരംഭിച്ച് ഇത്ര നാളായിട്ടും ഇവിടെ ഈ ജംഗ്ഷനിൽ ഇതുവരെയും പണികൾ ആരംഭിക്കാത്തത്. നാട്ടുകാർ ഇവിടെ സമരസമിതി രൂപീകരിക്കുകയും ഫ്ലൈ ഓവർ എന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ്. അടുത്ത വിഷയം നങ്ങിയാർകുളങ്ങര ജംഗ്ഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റ് പൊളിക്കുന്നത് സംബന്ധിച്ചാണ്. ഇവിടെ റോഡ് വീതി കൂട്ടണമെങ്കിൽ ഈ ഫ്ളാറ്റ് ഭാഗികമായി പൊളിക്കേണ്ടി വരും. ഏറ്റെടുക്കുകയാണെങ്കിൽ ഫ്ളാറ്റ് മൊത്തമായി ഏറ്റെടുക്കണം എന്നാണ് ഉടമസ്ഥരുടെ ആവശ്യം. ഈ വിഷയവും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇവിടെ 2 ബ്ലോക്കുകളായിട്ടാണ് ഫ്ളാറ്റ് നിലനിൽക്കുന്നത്. ഇതിൽ ഒരു ബ്ലോക്ക് നിൽക്കുന്ന ഭാഗം ഏറ്റെടുത്ത് ഇടിച്ചു കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്താലും നിലനിൽക്കുന്ന ഭാഗത്തിന് ബലക്ഷയമൊന്നും സംഭവിക്കില്ല എന്നാണ് നാഷണൽ ഹൈവേയുടെ വാദം. ഇത് സംബന്ധിച്ച് ഇവർ ചില പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഫ്ളാറ്റ് ഉടമസ്ഥർ ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് തുറവൂർ അരൂർ റീച്ചിൽ പണിയുന്ന എലവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഗതാഗതം തിരിച്ചുവിടുകയുണ്ടായി. ഗർഡറുകൾ പിടിപ്പിക്കുന്നതിൻ്റെ ലോഞ്ചിങ് ഗാൻട്രികൾ പ്രവർത്തിപ്പിക്കാനായിരുന്നു ഇത്. ഗതാഗതം തിരിച്ചുവിടുന്ന കാര്യം കരാർ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഈ വിവരം പൊതുജനങ്ങളിൽ എത്തിയില്ല. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ പല യാത്രകളും ക്രമീകരിക്കാനും അത്യാവശ്യമില്ലാത്തവയാണെങ്കിൽ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. പണി തുടങ്ങുന്നതിന് മുൻപേ ഇവിടെ 13 കിലോമീറ്റർ 15 മിനിറ്റ് കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 45 മിനിറ്റിലധികമാണ് എടുക്കുന്നത്. ഇവിടെ ഇതുവരെയായിട്ടും 25% താഴെ പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഇനിയും ലോഞ്ചിങ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത് പോലുള്ള പണികൾ ഇനിയും പ്രതീക്ഷിക്കാം. ഈ റീച്ചിൽ യാത്ര ചെയ്യുന്നവർ വളരെ കരുതലോടെ മാത്രം യാത്ര ചെയ്യുക. ഈ റീച്ചിൽ കംപ്ലീഷനായിട്ട് കാണിച്ചിരിക്കുന്നത് 2026 ജനുവരിയാണ്. ആ സമയത്ത് ഇത് തീരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കാം. താങ്ക് യു.